കൊൽക്കത്ത എനിക്ക് വളരെ ഇഷ്ടമുള്ള നഗരങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ഓരോ തെരുവിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നു. 15 വർഷം മുന്നേ 10 പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് 2 ഓപ്ഷൻ തന്നു. ഒന്നൊക്കെ കൊൽക്കത്ത ടൂർ പോവാം, അല്ലെങ്കിൽ പുതിയൊരു സൈക്കിൾ മേടിച്ചുതരാം. സ്വാധീനങ്ങളിലൊന്നും വീഴാതെ ഞാൻ സൈക്കിൾ സെലക്ട് ചെയ്തു. അടുത്ത 2-3 വർഷത്തോട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ പ്രശ്നം എവിടെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ, ടൂറിന് പോയി വന്നവർ ഹൗറ ബ്രിഡ്ജിന്റെ കഥകൾ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ഏതോ സാറ് ഹൗറ ബ്രിഡ്ജിൽ ഫോട്ടോ എടുക്കാൻ പോയെന്നും, പട്ടാളം ഓടി വന്നെന്നും, തോക്കെടുത്ത് വെടിവെച്ചില്ല, അങ്ങനെ കുറെ കഥകൾ. ഇത് കേട്ടപ്പം ഫോം ഓടിക്കാൻ തുടങ്ങി. അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ, ഹൗറ ബ്രിഡ്ജിൽ ഞാൻ പോവുമെന്നും ഒരു ഫോട്ടോ എടുക്കുമെന്നും. അതും മേലെന്നെടുത്താലല്ലേ പ്രശ്നം, അടി പോയി എടുക്കും. കഴിഞ്ഞ 3 ദിവസമായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് നടക്കുന്നില്ല. ഇന്നെൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ്, ദ ഗ്രേറ്റ് ഹൗറ ബ്രിഡ്ജ്. കാണുമ്പോൾ ഒരു പഴഞ്ച ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങേരുടെ പവർ വേറെ. കാരണം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോട്ടിൻ്റെ നടുക്ക് ഒരൊറ്റ തൂണ് കാണാൻ പറ്റില്ല. 700 മീറ്റർ നീളമുള്ള ഈ പാലത്തിൻ്റെ അടിയിലും ഒരു സപ്പോർട്ടും ഇല്ല. പാലത്തിൻ്റെ മേലെക്കൂടിയും താഴെക്കൂടിയും ഒരു തടസ്സമില്ലാതെ വണ്ടിയൊക്കെ സഞ്ചരിക്കാം. 26,000 ടണ്ണ് ഉരുക്ക് ഒരൊറ്റ നട്ടും ബോൾട്ടും യൂസ് ചെയ്യാതെ റിവറ്റുകൾ വെച്ചിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യത്തെ മഴയിൽ തന്നെ പാലം ടമാർ. ഇവിടെ കഥ നേരെ തിരിച്ച 43-ലെ യുദ്ധകാല സമയമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ജപ്പാൻ ആക്രമണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ ഒരു രാത്രി ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ഈ പാലത്തിന് ഒരു കീ സ്റ്റോൺ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്നാണ് പഴയ കൊൽക്കത്തക്കാർ വിശ്വസിക്കുന്നത്. ഇതെങ്ങാനും തുറന്നാൽ പാലം 2 പിളരും എന്നൊരു മിത്ത് കൊൽക്കത്തയിലുണ്ടായിരുന്നു. എന്താണെങ്കിലും എൻ്റെ ഉദ്ദേശം പാലത്തിൻ്റെ അടിയിലൂടെ പോകാനാണ്. അത് ചെയ്യാതെ സർ PC-ക്ക് ഒരു വിശ്രമമില്ല. ഈ പാലത്തിൻ്റെ താഴെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് മല്ലിക്കട്ട്. വാട്ടർവേസ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ IIT ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അപ്പം കണ്ടുപിടിച്ചു, ഇത്രയും വലിയ മാർക്കറ്റ് ആകുമ്പോൾ എന്താണെങ്കിലും ഫ്ലവർ കയറ്റി വിടണം. ഇത് കയറ്റി വിടാൻ മാർക്കറ്റ് തന്നെ ഒരു ബോട്ട് ജെട്ടി ഉണ്ടാവും. ആ ജെട്ടിൽ നിന്നൊരു ബോട്ട് പിടിച്ച് ഞാൻ പാലത്തിൻ്റെ അടിയിലൂടെ പോകും. അങ്ങനെ അതന്വേഷിച്ച് ഞാനും കയറി മാർക്കറ്റിൽ. അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്കും ജെട്ടി എവിടെയാണെന്ന് അറിയില്ല. ഇനി എൻ്റെ ഹിന്ദീൻ്റെ പ്രശ്നം കൊണ്ട് ഇവർക്ക് മനസ്സിലാവാത്തതാണോ എന്ന് തോന്നി ഞാൻ തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു ഈ ജെട്ടി. അങ്ങനെ കുറേ തെരഞ്ഞ് നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ മാർക്കറ്റിനുള്ളിൽ ഒരു ജെട്ടി പോയിട്ട് ഒരു ചെറിയ വഞ്ചി കൂടിയില്ലായിരുന്നു. ഞാൻ നേരെ പാലത്തിൻ്റെ പുറത്ത് കയറി ഒരു ബസ്സും പിടിച്ച് നദിയുടെ അപ്പുറത്തോട്ട് പോയി. ഞാനും കുസുവും 2 ദിവസം മുന്നേ വന്നിറങ്ങിയ ഹുഗ്ലി ജെട്ടി എന്നൊരു ബോട്ട് പിടിക്കാൻ. You go and stand there. മല്ലിക്കട്ടിലെ പൂക്കളുടെ ഗന്ധവും ചുറ്റുമുള്ള ആൾക്കാരുടെ തിരക്കും മാർക്കറ്റിൻ്റെ ശബ്ദവും മാറി. ഹുഗ്ലിയുടെ തീരത്തെ ഈ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. കാരണം അക്കരെ ആ ഇരുമ്പ് വിസ്മയം എന്നെയും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷങ്ങളായി. അന്ന് ഒരു സൈക്കിളിന് വേണ്ടി വേണ്ട എന്ന് വെച്ച ആ കാഴ്ച ഇന്ന് തൊട്ട് മുന്നിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ അനുഭവം വെച്ചിട്ട് ബോട്ട് കയറിയിട്ടും ഇപ്പോഴും എനിക്കൊരു ഉറപ്പില്ല, ബോട്ട് പാലത്തിൻ്റെ അടിയിലൂടെ പോകുമോ ഇല്ലയോ എന്ന്. ആ ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി. വർഷങ്ങളായുള്ള എൻ്റെ കാത്തിരിപ്പിലേക്ക് ഞാൻ ഓരോ സെക്കൻഡും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ പേടി, ഇത്തവണയും പാളിപ്പോകുമോ അതോ ആ കാഴ്ച എനിക്ക് മുന്നിൽ തെളിയും. പക്ഷേ ഒടുവിൽ ആ മഹാവിസ്മയത്തിൻ്റെ നിഴൽ എന്നെ പൊതിഞ്ഞു തുടങ്ങി. അതെ, 1000കണക്കിന് ടൺ ഇരുമ്പിന് താഴെ, ഒരു നഗരത്തിൻ്റെ തിരക്കിനും ബഹളത്തിനും താഴെ. പക്ഷേ ഈ നിമിഷം എൻ്റെ ലോകം മാത്രം നിശ്ചലമായി.
സമയമെടുത്തെങ്കിലും എൻ്റെ ആ ദൗത്യം ഇതാ പൂർത്തിയായിരിക്കുന്നു. പിള്ളേരെ, നമ്മുടെ ജീവിതവും മിക്കവാറും ഇങ്ങനെയാണ്. മറ്റുള്ളവരെക്കാളും ഒരുപാട് വർഷങ്ങൾ പിന്നിലായേക്കാം നമ്മൾ. പക്ഷേ പ്രതീക്ഷ കൈവിടരുത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നന്ദി കൊൽക്കത്ത, എന്നെ ഇത്രയും കാലം കാത്തിരുന്നത്. നന്ദി ഉപ്പ, എന്നെ ഞാനാക്കിയത്.